ഇറാഖി തീരത്ത് 2 എണ്ണ കപ്പലുകളിൽ വൻ തീപിടുത്തമുണ്ടായി എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട്. ഇറാഖിലെ അൽഫ തുറമുഖത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. കപ്പലുകൾ കത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ അല്പം മുമ്പ് അൽ ജസീറ ടെലിവിഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. തെക്കൻ ഇറാഖിലെ ഖസർ തുറമുഖത്തു നിന്നും അസംസ്കൃത എണ്ണയുമായി നീങ്ങിയ കപ്പലുകളെ ഇറാഖി സമുദ്ര അതിർത്തിയിൽ വെച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച ബോട്ട് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. 38 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയെന്നും ഒരാൾ മരിച്ചതായും വിവരമുണ്ട്. 2 കപ്പലുകളിലെയും കാണാതായ ജീവനക്കാരെ പറ്റി ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല. തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിനെ തുടർന്ന് 2 എണ്ണക്കപ്പലുകൾ ആക്രമിച്ചതായി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRG അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ പ്രയാണം നടക്കില്ല എന്ന രീതിയിലുള്ള സൂചനയാണ് വരുന്നത്. ഈ അശാന്തി നിറഞ്ഞ ഈ ലോകത്ത് ശാന്തിയുടെ വെളിച്ചം എവിടെ കാണുന്നുവെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. റഹീസ്, ലേറ്റസ്റ്റ് വിവരം അനുസരിച്ച് UAE ആകാശത്ത് ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കാര്യമായിട്ടുള്ള ആക്രമണം ഇന്നലെ രാത്രി UAE ഉണ്ടായിട്ടുണ്ട്. 3 തവണയാണ് UAE ഇന്നലെ ആകെ അലേർട്ട് ലഭിച്ചത്. അത് ഏതാണ്ട് അവസാന അലേർട്ട് 1 മണിക്കൂർ മുൻപാണ് ലഭിച്ചത്. ഏതാണ്ട് അരമണിക്കൂർ മുൻപ് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന തരത്തിലുള്ള ഒരു അലേർട്ട് ലഭിച്ചു. സാധാരണ ഗതിയിൽ രാത്രിയൊക്കെയും ഇങ്ങനെ 3-4 തവണയൊക്കെ അലേർട്ട് ലഭിക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്നതിന് അടുത്തൊക്കെ ആയിട്ട് ഇന്നൊരു അപകടം ഉണ്ടായത്, ആക്രമണത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് ദുബായ് ക്രീക്ക് ഹാർബർ പരിസരത്ത് കെട്ടിടത്തിൽ ഡ്രോൺ വീണതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുണ്ട്. ആളുകളെയൊക്കെയും കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. ചെറിയ തോതിൽ തീ ഉണ്ടായി, എന്നാൽ ആർക്കും പരിക്കില്ല എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. പക്ഷേ ഈ കെട്ടിടത്തിൽ നിന്ന് സുരക്ഷാർത്ഥം ഒട്ടുമിക്ക എല്ലാവരെയും ഒഴിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ രാത്രി തുടർച്ചയായി 3 തവണയാണ് UAE ഉടനീളം ആക്രമണം ഉണ്ടായത്. അത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണി വരെ കാര്യമായ രീതിയിൽ തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് UAE നിന്ന് പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ബഹ്റൈനിൽ നിന്നും കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. അതായത് ഹിദ്, അറാദ്, കലാലി, ഒപ്പം തന്നെ സമാഹിജ്, ഈ സ്ഥലങ്ങളിലുള്ള ആളുകൾ വീടുകളിൽ തന്നെ തുടരണം എന്നിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയാണ്. പ്രതിരോധ സേന ചില ആക്രമണങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 4 സ്ഥലങ്ങൾ, ഹിദ്, അറാദ്, കലാലി, ഒപ്പം തന്നെ സമാഹിജ്, ഈ 4 സ്ഥലങ്ങളിലുള്ളവർ വീടുകളിൽ തുടരണം, സുരക്ഷിത സ്ഥലത്തേക്ക് തന്നെ അവർ ഉണ്ടാകണം എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ബഹ്റൈനിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു 21 മിനിറ്റ് മുൻപ് മാത്രം അവിടെ അപായ സൂചന മുഴങ്ങിയിട്ടുണ്ട്, സൈറൻ മുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെയും കൃത്യമായ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന് പറയുന്നു. ഒപ്പം കുവൈറ്റിൽ ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥിരീകരണം എന്തായാലും ഇതുവരെ വന്നിട്ടില്ല. ഖത്തറിലും നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയുന്നുണ്ട്. ഇന്നലെ രാത്രിക്ക് ശേഷം കാര്യമായ ആക്രമണം ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ ബഹ്റൈനിൽ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഒമാൻ തീരവും അത്ര കണ്ട് ശാന്തമല്ല. ഇന്നലെ തുറമുഖങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അലയൊലികളും അവശേഷിപ്പുകളും ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയമാണ്. അവിടെ ആക്രമണത്തിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ സംയമനം പാലിക്കണം, കൃത്യമായ സുരക്ഷിതത്വം പാലിക്കണം. ഒപ്പം UAE കാര്യമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ഇടപെടലുകളൊന്നും എന്തായാലും ഫലം കാണുന്നില്ല. ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.